ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. കുറേ നാളുടെ വെയിറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. എൻ്റെയും മോൻ്റെയും ഒരു ഡ്രീം കാർ അത് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സ്വന്തമാക്കിയിട്ടുണ്ട്, ഇനിയും ഉണ്ട് അതിൻ്റെ കൂടെ ഉള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ നമ്മുടെ ഡ്രീംസ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിലാണ് ഇന്ന് ഞാനും മോനും. അപ്പോൾ നമ്മൾ പോയി സാധനം കളക്ട് ചെയ്തു. ഉടൻ തന്നെ ഇതാ അൺബോക്സിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ സാധനം. പക്ഷേ നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യുന്നത് ഈ കുഞ്ഞിനെയാണ്. ഇവനൊരു പോർഷയുടെ RWB ആണ്. അപ്പോൾ നമുക്കിതിനെ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇവനെ നമുക്ക് സെക്കൻഡായിട്ട് വയ്ക്കാം. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൻ കാർ. ഈ സ്റ്റാറും ഈ ഒരു ബ്ലാക്ക് തീമും ഒക്കെ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഈവിൾ തീംഡ് കാറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ മെയിനായിട്ട് എടുത്തത്. ഞാൻ കാരണം ഇതുപോലൊരു ഈവിൾ തീംഡ് ഒരു കാർ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് മീറ്റപ്സിന് പോയിട്ടുണ്ട്, പിന്നെ ഷോപ്സിലും അങ്ങനെയൊന്നും ഈ തീമിലൊരു കാർ ഞാൻ കണ്ടിട്ടില്ല. ഇനി മേ ബി ഞാൻ കാണാത്തതായിരിക്കാം, അതുകൊണ്ട് അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഇവനെല്ലാം അട്രാക്റ്റ് ആയത് മെയിനായിട്ട്. RWB എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, നമ്മുടെ മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ ടൈം മൈക്രോയുടെ ഇങ്ങനെ ഒരു തീം, ഈ ഒരു ഈവിൾ തീമിൽ ഇതാണ് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ബാപ്പോമെറ്റ് എന്ന് പറഞ്ഞ്, അത് ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ ChatGPT നോക്കിയാലോ അറിയാൻ പറ്റും. ഒരു ഈവിൾ, അതായത് എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് മാജിക്കും ഈ ഡെവിൾസിനെയൊക്കെ പൂജിക്കുന്നവർ, ആ ഒരു തീമിലുള്ള കാറാണ്. അതാണ് ഞാൻ മെയിനായിട്ട് അട്രാക്റ്റ് ആയത്. ഞാൻ അധികം ഇങ്ങനെ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഒരു തീമൊക്കെ. നോർമലായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ നോർമൽ ഫ്ലവർ ഡിസൈൻ, അങ്ങനത്തെ ഒക്കെ ഫ്ലോറൽ ഡിസൈൻസിലൊക്കെ കാറൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടത്. അതാണ് ഞാൻ ഇവനെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. വലിയൊരാൾ ബാക്കിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ടും കാണുക. ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ മെയിൻ ആ കളക്ഷനിലുള്ള ആളെ മിസ് ചെയ്യും. അതുകൊണ്ട് ഫുൾ വീഡിയോ ഉറപ്പായിട്ടും കാണണം. ടൈം മൈക്രോയുടെ ആണ് മേക്ക്. ഒരു RWB ആണിവൻ. ആദ്യം നമുക്കിത് കാണാം. ഇതാ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഗോഡ് ഫേസ് ഉണ്ട്, പിന്നെ ഡ്രാഗൺ ഈഗിൾ എന്ന് ഇട്ടിട്ട്. ഞാൻ ഇത് എടുത്തിട്ട് തന്നെ കാണിക്കാം, ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഒരു ഗോഡ് ഫേസ് ആണ് സ്റ്റാറിൻ്റെ നടുവിൽ, പിന്നെ ഒരു ഈവിൾ ഐ പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ഈഗിൾ എന്നിട്ടിട്ടുണ്ട്. പിന്നെ 2 and 3 എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ. ആ ലാംഗ്വേജ് ഒന്നും നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഞാൻ ഇതിൽ അട്രാക്റ്റ് ആയത്. നമുക്കിനി കാറ് കാണാം. തുറന്നിട്ട് കാണാൻ പറ്റും. ഈ ലോഗോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിമിറ്റഡ് എഡിഷൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൈം മൈക്രോയുടെ പൊതുവെ ലിമിറ്റഡ് എഡിഷൻ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫുൾ ആയിട്ട് ഇതാ ഇവിടെ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട്. ഈ കാറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബ്ലാക്ക് തീമിൽ, ഒരു ഈവിൾ തീമിലാണ് ഫുൾ കാറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും അട്രാക്റ്റ് ആവാൻ കാരണം ഈ ഒരു ഡിസൈൻ അത്ര കോമൺ ആയ ഒരു ഡിസൈൻ അല്ല. ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. RWB ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതിൽ വേറെ അത്രയൊന്നും മെയ്ഡ് ഇൻ ചൈന ആസ് യൂഷ്വൽ അതൊക്കെയാണ് ഉള്ളത്, വേറെ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു തീമിലാണ് ഞാൻ ഇവനെ ഇഷ്ടപ്പെടാൻ കാരണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ആൾ, ചെറിയ കുഞ്ഞൻ 64. ഇനി നമ്മൾ പോകുന്നത് വലിയ ആളിലോട്ടാണ്. മിസ് ചെയ്യാതെ കാണേണ്ട ആളാണ്. 18 സ്കെയിലാണ്. അപ്പോൾ നമുക്ക് അവനെ കാണാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. മീൻസ് നമ്മൾ തനിയെ ചെയ്തതല്ല, ഒരാളോട് പറഞ്ഞു വരുത്തിച്ചതാണ്, നമ്മുടെ ഒരു കോണ്ടാക്റ്റിൽ ഉള്ള ഒരാൾ. അപ്പോൾ നമുക്കിതൊരു 15-20 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കിട്ടുകയാണ്. കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാനും മോനും കൂടെ ഇതിനുള്ള പൈസ ഉണ്ടാക്കാൻ ഉള്ള പരിപാടിയിലായിരുന്നു. ഈ ബബിളൊക്കെ കണ്ടാൽ തന്നെ, ബബിൾ റാപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് പുറത്തുനിന്ന് വന്നതാണ്. ഇവനാണ് നമ്മുടെ. ആദ്യം ഞാൻ കണ്ടിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. ആ ഒരു ഹാപ്പിനെസ്
നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്താണ് ഇന്ന് പിങ്ക് ഡ്രസ്സും കാര്യമൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് IXO മോഡൽസിൻ്റെ ആണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ റോക്സി. ഒരു ജുറാസിക് പാർക്കിൻ്റെ ഡൈനോസർ തീമിലുള്ള ഒരു കാറാണ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കാണാം. ഇതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കവറിൽ നിന്ന് ഊരാം. അവനെ കയ്യിലെടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുക. കവറൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു 10-15 ദിവസത്തെ വെയിറ്റിംഗ് ആയിരുന്നു നമുക്ക്. ഇവൻ കുറച്ച് ഈസി അവൈലബിൾ ആണ്. പക്ഷേ അടുത്ത ആൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അവൈലബിലിറ്റി. അവനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവനൊരു 2 മാസത്തിൻ്റെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. കാരണം അത്ര അവൈലബിൾ അല്ല പീസ്. ഇവൻ ഈസി ആയിരുന്നു. ഇവൾ. ഇത് വന്ന് ആക്ച്വലി റെക്സിയുടെ സിസ്റ്ററാണ് റോക്സി. അതാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്നിട്ട് വേഗം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യം ഒക്കെ കാണാം. ഇതൊരു റേസിൻ മോഡലാണ്. അപ്പോൾ ഓപ്പണബിൾ പാർട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ഇന്നലെയാണ് നമ്മൾ പറഞ്ഞിരുന്ന ആൾക്ക് കിട്ടിയത്. ഇവിടെ ലോക്കലിൽ നിന്ന് തന്നെയാണ് നമ്മളിത് എടുത്തത്. നമ്മൾ പറഞ്ഞു വെച്ച് എടുപ്പിക്കുകയായിരുന്നു. ഇന്നലെ കിട്ടി. ഇന്നലെ വൈകിട്ടാണ് കസ്റ്റംസൊക്കെ ക്ലിയറായി പുള്ളിയുടെ കയ്യിൽ വന്നത്. നമ്മളെ ഇന്ന് രാവിലെ വന്നോളം പറഞ്ഞു. പക്ഷെ രാവിലെ കുറച്ച് നമുക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് പോയാണ് നമ്മൾ എടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഡ്രീമും കൂടെ അച്ചീവ് ചെയ്ത് ഇന്നൊരു ഹാപ്പി ഡേ ആണ് ഇന്ന് നമുക്ക്. ഇന്നും വലിയ ഡ്രീംസൊക്കെ ഉണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ. പക്ഷെ ചെറിയ ഡ്രീംസും അച്ചീവ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഹാപ്പിനെസ് അതും സെയിം ആണല്ലോ. വലിയ ഡ്രീമിൻ്റെയും ചെറിയ ഡ്രീമിൻ്റെയും ഒക്കെ ഹാപ്പിനെസ് എന്നും സെയിം ആണല്ലോ. അപ്പോൾ അവൻ്റെ മുഖം കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് ഫുൾ മോഡൽ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ പോർഷെ 911 GT3R ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പേരുടെ പേരുണ്ട്. എനിക്ക് ഗൂഗിൾ ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു വന്ന് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ വന്ന് ഒരു റേസറുമാണ്. ആൻഡ് ഈ PJ ഹൈറ്റ് എന്ന് പറയുന്ന ആൾ വന്ന് ഈ ഇവിടെ ഇട്ടിട്ടുണ്ട് AO റേസിങ്ങിൻ്റെ ഫൗണ്ടറാണ്. അതാണ് എനിക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ബാക്കി ഈ ഒരു ലിവറി മീൻസ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന വന്ന് മെയിനായിട്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. റേസിങ്ങിൽ ഒരു കാർട്ടൂൺ ഡിനോസറിൻ്റെ ഡിസൈനാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റെക്സിയുടെ സിസ്റ്ററാണ് റോക്സി. അപ്പോൾ റെക്സി എന്ന് പറഞ്ഞത് ഒരു മെയിൽ ക്യാരക്ടറും റോക്സി എന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ക്യാരക്ടറും, അങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ IMSA സീരീസ് USA GTD ക്ലാസ് റേസ് വെർജീനിയ റേസ്വേ 2023 എന്ന് ഇട്ടിട്ടുണ്ട്. അത് വന്ന് ഒരു ഓഗസ്റ്റ് 2023 ഇത് ഫസ്റ്റായിട്ട് റേസ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് നമുക്കിനി ഈ കാറിലോട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ ഇത് പോർഷയുടെ ആൻഡ് ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു 2 കണ്ണ്, ഫുൾ ഒരു ഡിനോസറിനെയാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മൂക്ക്, അതിൻ്റെ ടീത്ത് ഫുള്ളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൈയും അതിൻ്റെ ബ്ലൂ കളറിലുള്ള ക്ലോസ്, ദെൻ കാലിൻ്റെ നഖങ്ങൾ 2 സൈഡിലും അത് കാണാൻ പറ്റും. പിന്നെ ബാക്കി ഇവിടെയും പോർഷെ അതിൻ്റെ കാര്യങ്ങൾ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അട്രാക്റ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ടെയിൽ. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഇവിടെ വന്നാണ് നിൽക്കുന്നത്. ഫുൾ ജുറാസിക് പാർക്ക് കണ്ടവർക്ക് ടീറെക്സ് മറക്കാൻ പറ്റില്ല. അത് ഒരു ടീറെക്സ് എന്ന പേര് അത്ര ഹിറ്റായ ഒരു പേരാണ്, എല്ലാവർക്കും അറിയുന്നവരാണ്. ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്ക് അറിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അവരുടെ AO റേസിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മിഷലിൻ്റെ ഉണ്ട്, ബാക്കിയൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വായിച്ച് പറയുന്നില്ല. പിന്നെ ഇതൊരു വെതർ ടെക്, അതൊരു റേസിംഗ് ഇതാണ്. പിന്നെ ഇവിടെ ഹോട്ട് വീൽസ് മെയിനായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിമാറ്റിക്
അതൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ വെതട്ടക്കും ആ ഒരു റേസിംഗിലും ഇത് റേസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. തെറ്റുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും തിരുത്തി തരിക. അപ്പം എൻ്റെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ ഗൂഗിൾ വെച്ചുള്ള അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. റബ്ബർ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, മിഷലിൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിലും. ഓക്കെ, 4 ടയേഴ്സും മിഷലിൻ്റെ ആണ്, 4 സൈഡിലും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പിങ്ക് കളർ ആൻഡ് ഇതിൻ്റെ ഈ ഡിസൈൻ, അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരിത്. യൂട്യൂബിൽ നോക്കിയാൽ റോക്സിയുടെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു റേസിംഗിൽ അവർ റോക്സിയും നിർത്തിയിട്ട് ബാക്കി ചെറിയ 2 ഡിനോസേഴ്സ് മനുഷ്യന്മാരെല്ലാം കൂടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് സെർച്ച് ചെയ്താൽ റോക്സി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് കരുതുന്നു വീഡിയോയിൽ. അടുത്തവനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോക്സി കയ്യിൽ കിട്ടി, റെക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കുറച്ച് ടൈമുണ്ട്, കാരണം അവൈലബിലിറ്റി ഭയങ്കര ഡിമാൻഡ്, ഹൈ ഡിമാൻഡ് ഉള്ളതാണ് റോക്സിയും. അതിൽ ഭയങ്കര ഡിമാൻഡാണ് റെക്സിക്ക്. അപ്പോൾ അവൈലബിലിറ്റി ഇല്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു 2 months ടൈമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനും നമ്മുടെ റോക്സിയും കൂടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. നമ്മുടെ കുഞ്ഞൻ കാറുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് റോക്സിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടും നമുക്കൊരു മിനിമം ഒരു 25 സബ്സ്ക്രൈബേഴ്സ്, റോക്സി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് റോക്സിയോട് ഇഷ്ടം തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്